ഹായ് മക്കളെ. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറേ പേർക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത മൾട്ടിപ്ലിക്കേഷൻ്റെ പാർട്ട് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു, ചിലതൊക്കെ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം നാളെ വരാൻ. നാളെ നമുക്ക് പുതിയ മൾട്ടിപ്ലിക്കേഷൻ തന്നെ പുതിയ കുറച്ചും കൂടെ ഹയർ ലെവൽ പഠിക്കാനുണ്ട്. അപ്പം ഇതുവരെ ഉള്ളത് ക്ലിയർ ആക്കിയിട്ട് വേണം വരാൻ. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആവും. ഓക്കെ. ഞാൻ ടീച്ചർ സ്ക്രീൻ ഷെയർ ചെയ്യാം. സോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ 3 മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. സോ ഈ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഡോട്ട് മെത്തേഡാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് എക്സാമിന് ഇത് ചോദിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. നമുക്ക് മെയിനായിട്ട് ഇത് കുറച്ചും കൂടെ ഡോട്ടൊക്കെ ഇട്ട് കുറച്ചും കൂടെ സിമ്പിളാക്കി തന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതൊന്നും ടീച്ചർ ജസ്റ്റ് പറയാം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് രണ്ട് പ്രോബ്ലം തന്നിരിക്കുകയാണ്. 8 ഇൻറ്റു 15ഉം അതേപോലെ 15 ഇൻറ്റു 8ഉം, സോറി, 8 ഇൻറ്റു 15ഉം 18 ഇൻറ്റു 5ഉം ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, 18 ഇൻറ്റു 5. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് വൺ ഈസ് ലാർജർ? ഇതിൽ ഏത് ചെയ്യുമ്പോഴാണ് ലാർജ് നമ്പർ കിട്ടുക? 8 ഇൻറ്റു 15 ചെയ്യുമ്പോഴാണോ അതോ 18 ഇൻറ്റു 5 ചെയ്യുമ്പോഴാണോ ലാർജ് നമ്പർ കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് ഫസ്റ്റ് നമ്മൾ 8 ഇൻറ്റു 15 ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഇവരൊരു ഡോട്ട് ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് 8 ഡോട്ട്സ് വെർട്ടിക്കൽ ആയിട്ടുണ്ടാവും. ഹൊറിസോണ്ടൽ ആയിട്ട് എത്ര ഉണ്ടാവും? 15 ഡോട്ട്സ് ഉണ്ടാവും. 15 ഡോട്ട്സ്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എല്ലാ ലൈനിലും എത്ര ഡോട്ട്സ് ഉണ്ടാവും? 15 ഡോട്ട്സ് ഉണ്ടാവും. അതേപോലെ വെർട്ടിക്കൽ ആയിട്ടുള്ള എല്ലാ ലൈൻസിലും എത്ര ഡോട്ട്സ് ഉണ്ടാവും? 8 ഡോട്ട്സ് ഉണ്ടാവും. ഓക്കെ. അതേപോലെ നമുക്ക് നോക്കാം 18 ഇൻറ്റു 5. 18 ഇൻറ്റു 5 18 ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് എടുത്തിട്ട് ദാറ്റ് മീൻസ് ഈ ഹൊറിസോണ്ടൽ ലൈൻസിലെല്ലാം എത്ര ഡോട്ട്സ് ഉണ്ടാവും? പറയൂ, എത്ര ഡോട്ട്സ് ഉണ്ടാവും? 18 ഡോട്ട്സ് ഉണ്ടാവും. വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസിലെല്ലാം എത്ര ഡോട്ട്സ് ഉണ്ടാവും? 5 ഡോട്ട്സ് ഉണ്ടാവും. ഓക്കെ. അപ്പം അതാണ് ഫസ്റ്റ് രണ്ട് ഡയഗ്രാം. ഇനി നമ്മൾ ഇത് കുറച്ചും കൂടെ ആരാണ് വലുത്, ആര് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് വലിയ നമ്പർ കിട്ടുക എന്നുള്ളത് കുറച്ചും കൂടെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതേ ഡയഗ്രാം തന്നെ അവർ കുറച്ചും കൂടെ സിമ്പിളാക്കി. അപ്പം അതിനു വേണ്ടി എന്താ ചെയ്തത്? നമ്മുടെ കയ്യിലുള്ള 8 ഇൻറ്റു 15 ഈ 15 അവർ സ്പ്ലിറ്റ് ചെയ്തു. അപ്പം നമ്മൾ എപ്പോഴും മൾട്ടിപ്ലിക്കേഷനിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഒന്നെങ്കിൽ 10 പ്ലസ് എത്ര നമ്പർ ചെയ്യുമ്പോഴാണ് ആ നമ്പർ കിട്ടുക, അല്ലെങ്കിൽ 20 പ്ലസ് എത്ര നമ്പർ ചെയ്യുമ്പോഴാണ് കിട്ടുക. അങ്ങനെ അങ്ങനെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇവിടെ 15 ആണ്. അപ്പോൾ നമുക്കിതിനെ 10 പ്ലസ് എന്ന് എടുക്കാമല്ലോ. 10 + 5 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ. അതുകൊണ്ടാണ് ഈ ഹൊറിസോണ്ടൽ ലൈനിലുള്ള 15 അവർ രണ്ടാക്കി ഡിവൈഡ് ചെയ്തു. 10ഉം 5ഉം ആക്കി ഡിവൈഡ് ചെയ്തു. അതായത് ഈ 10 ഉള്ള ഈ ഭാഗത്ത് 10 ഡോട്ട്സ് ഉണ്ടാവും, അത് കഴിഞ്ഞുള്ള 5 ഡോട്ട്സ് ഉണ്ട്. അങ്ങനെ അവർ സ്പ്ലിറ്റ് ചെയ്തു. അതേപോലെ നോക്കൂ, 18നെയും സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 10 + 8 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അതേപോലെ ആ ഡയഗ്രാം സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? 10 + 8. ഓക്കെ, ശരി. ഇനി നമ്മൾ ചെയ്യാൻ പോവാണ് എങ്ങനെയായി ഡോട്ട് ഡയഗ്രാം വെച്ച് ചെയ്യുക. അതായത് ഫസ്റ്റ് 8 ഇൻറ്റു 10 ചെയ്യും. 8 ഇൻറ്റു ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള നമ്പർ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള രണ്ട് നമ്പറിനെയും വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ 8 ഇൻറ്റു 10 ചെയ്താൽ എത്ര കിട്ടും? 8 ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് 80 കിട്ടി. ഓക്കെ. അതേപോലെ 8നെ ആര് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 8 ഇൻറ്റു 5 എത്ര കിട്ടും? 40 കിട്ടും. 8 ഇൻറ്റു 5 40. അപ്പൊ നമുക്ക് ടോട്ടൽ എങ്ങനെ ചെയ്യാം? 80 + 40. അപ്പൊ എത്ര കിട്ടി? 120 കിട്ടി. കണ്ടോ? 80 + 40 120. അതേപോലെ ഇതൊന്ന് ചെയ്ത് നോക്കൂ. 5 ഇൻറ്റു 10 ദാറ്റ് ഈസ് 50. 5 ഇൻറ്റു 8 എത്ര കിട്ടി? 40. സോ 50 +
40. ടോട്ടൽ ആൻസർ എത്ര വരും? 90. അപ്പൊ നോക്കൂ, ഇതിൽ ആരാ വലുത്? ഇയാളാണ് വലുത്. അപ്പൊ നമ്മുടെ 8 × 15 എന്ന് പറയുന്ന നമ്പറാണ് ലാർജർ ആയിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് ഡോട്ട് ഡയഗ്രം വെച്ച് കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് ഇത് ഡോട്ട് മെത്തേഡ് വഴി, പക്ഷെ നമുക്ക് എക്സാമിന് ഈ ഡോട്ട് മെത്തേഡ് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം കുറേ സമയം വേണം അല്ലേ. ഇറ്റ് ടേക്സ് ലോങ് ടൈം ടു ഡു ഓൾ ദി പ്രോബ്ലംസ് വിത്ത് ദിസ് ഡോട്ട് ഡയഗ്രം. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് വേറെ മെത്തേഡ് വെച്ച് ചെയ്യാം. വേറെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതേ കാര്യം തന്നെ ഡോട്ട് ഒന്നും ഇടാണ്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് 12 × 8 തന്നിട്ടുണ്ട്, 18 × 2 തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞത്? വിച്ച് ഈസ് ലാർജർ, എത്ര കൂടുതലാണ്, ഹൗ മച്ച് മോർ എന്ന് വെച്ചാൽ എന്താ, എത്ര കൂടുതലാണ്, അതും കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 12 × 8നെ നേരത്തെ ചെയ്ത അതേപോലെ നമ്മൾ 12നെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞു നോക്കൂ. 10+ വെച്ച് ചെയ്തൂടെ? അപ്പൊ 10 + 2 × 8. അതേപോലെ ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 18നെ സ്പ്ലിറ്റ് ചെയ്യാലോ. 10+ എത്രയാണ്? 18. 10 + 8 ആണ് 18 × 2. പുറത്ത് എന്തോ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്, കുഴപ്പമില്ല എന്ന് തോന്നുന്നു, സൗണ്ട് കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പം 10 + 2 × 8. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തു 8നെ ഈ സ്പ്ലിറ്റ് ചെയ്ത രണ്ട് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ നമ്മൾ ഇവിടെയും ചെയ്യണം. ഈ 8നെ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള രണ്ട് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അവരെ രണ്ടും കൂടെ ആഡ് ചെയ്യും. അപ്പം 8 × 10 + 8 × 2. ക്ലിയർ ആയോ? അതൊന്ന് ബ്രാക്കറ്റിലിട്ടാൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ആവും. ഓക്കെ, then 2 × 10 plus 2 × 8. കണ്ടോ? 2 × 10 plus 2 × 8. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഇതില് ആരാണ് വലുത്, മീൻസ് ആരാണ് കോമൺ ആയിട്ടുള്ളതെന്ന് ആദ്യം കണ്ടുപിടിക്കാം. നോക്കൂ, 2 × 8 ഇവിടെ ഉണ്ട്, 2 × 8 ഇവിടെ ഉണ്ട്. അപ്പൊ അത് രണ്ടും കോമൺ ആ. അപ്പൊ നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല. ബാക്കി ആരൊക്കെ ഉള്ളത്? 8 × 10 ഉണ്ട്, 2 × 10 ഉണ്ട്. അപ്പൊ നമ്മൾ അതൊന്ന് എടുത്തെടുക്കാം. 8 × 10, അതേപോലെ 2 × 10. ഓക്കെ, ആരാ വലുത്? 8 × 10 എത്രയാണ്? 80 ആണ്. അതേപോലെ 2 × 10 എത്രയാണ്? 20 ആണ്. ആരാ വലുത്? 80 ആണ് വലുത്. അപ്പൊ ഈ 80 എന്ന് പറയുന്നത് നമുക്ക് എവിടുന്നാ കിട്ടിയേ? 12 × 8 നിന്നാണ് കിട്ടിയത്. സോ ദിസ് ഈസ് ലാർജർ. ആൻഡ് ചോദ്യം ഒരെണ്ണം കൂടി ഉണ്ട്, ഹൗ മച്ച് മോർ, എത്ര കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 80 - 20 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 80 - 20 ചെയ്താൽ 60 കിട്ടും. അപ്പൊ 60 മോർ ആണ് ആദ്യത്തെ നമ്പർ. 60, അതായത് 60 മോർ ദാൻ ദിസ് നമ്പർ. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ പിന്നെയും ഒന്നും കൂടെ കണ്ടു നോക്കാം, അപ്പൊ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ബാക്കി ടീച്ചർ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു, അത് ചെയ്തിട്ട് വേണം നാളെ വരാൻ. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതേപോലെ ചെയ്യാനുള്ള, ടീച്ചർ തന്നിരുന്നു. ഇതൊന്ന് ചെയ്തിട്ട് വരണം. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 25 × 6. 25 × 6 ഉണ്ട്, അതേപോലെ 26 × 5 ഉണ്ട്. അപ്പൊ നോക്കൂ, ഇത് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 10+ വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, 10+ വെച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 20 വെച്ച് ചെയ്യാം അല്ലെ? അപ്പൊ 20 വെച്ച് എങ്ങനെ ചെയ്യും? 20 + 5 അല്ലേ 25? അതെ, 20 + 5 25 ആണ്, × 6. Then 26നെ എങ്ങനെ എഴുതാം? 20 + 6 ആക്കി എഴുതാം, × 5. കണ്ടോ? × 5. ഓക്കെ,
ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 20 ഇൻറ്റു 6നെ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ആദ്യം 2 ഇൻറ്റു 6 ചെയ്യാം. എത്രയാണ്? 12 ആണ്. പിന്നെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? നമ്മൾ നേരത്തെ 10 ഇൻറ്റു 6 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 1 ഇൻറ്റു 6 ചെയ്യുക, 6 0 കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ എന്തല്ല, 10 അല്ല 20 ആണ്. അപ്പൊ നമ്മൾ 2 ഇൻറ്റു 6 ചെയ്യുക, 12 കിട്ടും. പിന്നെ ഒരു 0 കൊടുക്കുക. അതേപോലെ നോക്കൂ, അപ്പം നമ്മൾ 20 ഇൻറ്റു 6 ചെയ്തു, 120 എന്ന് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, ആൻസർ എഴുതുന്നില്ല. 20 ഇൻറ്റു 6 പ്ലസ് 6 ഇൻറ്റു 5, 6 ഇൻറ്റു 5. ഓക്കെ, ദെൻ അടുത്തത് എങ്ങനെയാണ്? 20 ഇൻറ്റു 5, 20 ഇൻറ്റു 5 പ്ലസ് 6 ഇൻറ്റു 5. സെയിം നോക്കൂ, മുകളിലും താഴെയും കോമൺ ആയിട്ട് ആരാ വന്നത്? 6 ഇൻറ്റു 5 കോമൺ ആയിട്ട് വന്നു. അപ്പൊ അയാളെ നമ്മൾ നോക്കണ്ട. സോ വി ഹാവ് ടു ടേക്ക് ദി അതർ ടേം, അതായത് 20 ഇൻറ്റു 6 ആൻഡ് 20 ഇൻറ്റു 5. ദെൻ ഇതിന്റെ ആൻസർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് 20 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 6 12 ആണ്. പിന്നെ ഒരു 0 കൊടുക്കാം. സോ 120 കിട്ടി. ദെൻ 20 ഇൻറ്റു 5 എങ്ങനെ കിട്ടും? 20 ഇൻറ്റു 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 5 അറിയാലോ, 10 ആണ്. പിന്നെ ഒരു 0 കൊടുക്കാം. സോ 100 കിട്ടി. 100 കിട്ടിയല്ലോ, 100 കിട്ടി. അപ്പം ഇതിൽ ആരാണ് ലാർജർ? 120 ആണ്, നമുക്കറിയാം അല്ലെ? ഈ 120 എന്ന് പറയുന്ന 20 ഇൻറ്റു 6 നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? 25 ഇൻറ്റു 6. സോ ഏതാണ് ലാർജർ? ലാർജർ എന്ന് പറയുന്നത് ആളാരാണ്? 25 ഇൻറ്റു 6 ആണ്. ഹൗ മച്ച് മോർ എന്നുള്ള ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. എത്ര കൂടുതലാണ്? അതിന് എന്ത് ചെയ്യണം? 120 മൈനസ് 100 ചെയ്യണം. 120 മൈനസ് 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 20 കിട്ടും. സോ 20, അതായത് 20 മോർ ദാൻ 100 ആണ് അല്ലെ? ഈ നമ്പർ എന്ന് പറയുന്നത് 25 ഇൻറ്റു 6 എന്ന് പറയുന്നത് ഇതിനേക്കാട്ടിലും 20 മോർ ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് 25 അല്ലെ 20 പ്ലസ് വെച്ച് ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. ഓക്കെ, സ്ലോ ആയിട്ട് പതുക്കെ കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഇനി ഫസ്റ്റ് ടൈം കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ കാണാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പം കുറേ തവണ ഒന്നും ക്ലാസ്സിൽ നിന്ന് പറയാനുള്ള സമയമില്ലല്ലോ. അപ്പം ഒന്നും കൂടെ നിങ്ങളിത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആവും. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്ക് എടുക്കാം. അതായത് റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ. ഇത് കുറച്ചും കൂടെ ഹയർ ലെവലാണ്. അതായത് 2 2 ഡിജിറ്റ്. നേരത്തെ നമുക്ക് എങ്ങനെയായിരുന്നു? ഒരു 2 ഡിജിറ്റും 25 ഇൻറ്റു 6 എന്നൊക്കെ പറഞ്ഞ ഒരു 2 ഡിജിറ്റും ഒരു 1 ഡിജിറ്റുമാണ് നമ്മൾ എടുക്കുന്നത്. 1 ഡിജിറ്റുമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എടുക്കേണ്ടത് രണ്ടും എന്താണ്? 2 ഡിജിറ്റ് ആണ്. നോക്കൂ, 13 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ രണ്ടും 2 ഡിജിറ്റ് അല്ലേ? അപ്പൊ രണ്ടുപേരെയും നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? അപ്പൊ 13 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 10 പ്ലസ് 3 ആണ്. ഓക്കെ, 15 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 10 പ്ലസ് 5 ആണ്. 10 പ്ലസ് 5 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പം ഈ ഡോട്ട് മെത്തേഡിൽ അവർ രണ്ട് രീതിയിൽ, രണ്ട് വെർട്ടിക്കൽ കോളം സ്പ്ലിറ്റ് ചെയ്തു, ഹൊറിസോണ്ടൽ കോളം സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടതെന്നാണ് ടീച്ചർ പറയാൻ പോകുന്നത്. അതായത് ഇവിടെ 10 പ്ലസ് 3 ആണ് എടുത്തിട്ടുള്ളത്. നോക്കൂ, 10 പ്ലസ് 3. ഇവിടെ 10 പ്ലസ് 5 ആണ് എടുത്തിട്ടുള്ളത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആദ്യം നമ്മൾ ഇതെടുക്കാം. ഓക്കെ, മുകളിലുള്ള 10 എടുക്കുക. ദെൻ 10 ഇൻറ്റു ഈ ഹൊറിസോണ്ടലിലെ ഫസ്റ്റ് നമ്പർ എടുക്കുക. 10 ഇൻറ്റു 10. അപ്പൊ 10 ഇൻറ്റു 10 ഏത് കോളത്തിൽ എഴുതണം? ഇവിടെ ഫസ്റ്റ് കോളത്തിൽ എഴുതും. ദെൻ 10 ഇൻറ്റു 5 അടുത്ത നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അത് 5 ഇൻറ്റു 10 ഇവിടെ എഴുതാം. ഇനി അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആളാരാണ്? 3 ആണ്. അപ്പൊ 3 ഇൻറ്റു 10. 3 ഇൻറ്റു 10 ഇവിടെ എഴുതുക. 3 ഇൻറ്റു 5 ഇവിടെ എഴുതുക. ഓക്കെ, 10 ഇൻറ്റു 10 എത്രയാണ്? 100 ആണ്, നമുക്കറിയാം. ടീച്ചർ കളർ മാറ്റാം. 100 ആണെന്ന് നമുക്കറിയാം. 100 ആണ്.
ദെൻ 5 ഇൻറ്റു 10 50 ആണ്. ദെൻ 10 ഇൻറ്റു 3 30 ആണ്. 5 ഇൻറ്റു 3 15 ആണ്. ഇനി എന്ത് ചെയ്യണം നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 100 പ്ലസ് 50 പ്ലസ് ദെൻ 30 പ്ലസ് 15 ചെയ്ത് നമുക്ക് ടോട്ടൽ കിട്ടും. മനസ്സിലായോ? അപ്പൊ എത്ര കിട്ടും? 10 100 പ്ലസ് 50 എത്ര വരും? 150 വരും. 150 പ്ലസ് 30 180 വരും. 180 പ്ലസ് 15 195 ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ ഇതാണ് എന്തിന്റെ ആൻസർ? 13 ഇൻറ്റു 15 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? മൾട്ടിപ്ലിക്കേഷന്റെ ചെറിയ ചെറിയ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് പഠിച്ചാൽ മതി. വലിയ നമ്പറിന്റെ ടേബിൾ പഠിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. ഈസി അല്ലേ? അപ്പൊ ഇതാണ് ഡോട്ട് മെത്തേഡ് വഴി. ഇതേപോലെ ഡോട്ട് മെത്തേഡ് അല്ലാന്നേ ഉള്ളൂ, ചെയ്യേണ്ട കാര്യം ഇതൊക്കെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. നോക്കാം. നോക്കൂ, നമുക്കിവിടെ ചെയ്യാനുള്ളത് 12 ഇൻറ്റു 8 18 ആണ്. 12 ഇൻറ്റു 18 ആണ് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവരെ രണ്ടുപേരെയും സ്പ്ലിറ്റ് ചെയ്യണേ. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 12നെ നമുക്ക് 10 പ്ലസ് 2 എന്ന് എഴുതിക്കൂടെ? ഓക്കെ. 18 നമുക്ക് എങ്ങനെ എഴുതാൻ പറഞ്ഞു നോക്കൂ? 10 പ്ലസ് 8 എന്ന് എഴുതും അല്ലേ? 10 പ്ലസ് 8 എന്ന് എഴുതും. അപ്പൊ ഇവിടെ മൊത്തം 4 ഡിജിറ്റുകൾ ഉണ്ട്. 10 10 2 10 8. അപ്പൊ നമ്മൾ ഒരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ വരച്ച് 4 കോളംസ് ഫോം ചെയ്യും. 4 കോളം. ഓക്കെ. ഫസ്റ്റ് ടേമിനെ നമ്മൾ ഇവിടെ എഴുതാം. അത് നിങ്ങൾക്ക് എവിടെ എഴുതിയാലും ആൻസർ കിട്ടും. 12നെ ഈ വെർട്ടിക്കലായിട്ട് എടുക്കാം, 18നെ ഹൊറിസോണ്ടൽ. നമ്മൾ താഴെയാണ് എഴുതിയിട്ടുള്ളത്, ഈ ടെക്സ്റ്റ് ബുക്കിൽ മുകളിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ 12നെ എങ്ങനെ എഴുതാം? 10 പ്ലസ് 2 എന്നുള്ളത് താഴെ. അപ്പൊ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ എഴുതാം. 18നെ നമുക്ക് മുകളിൽ എഴുതാം ഇതേപോലെ തന്നെ 10 പ്ലസ് 8 എഴുതാം. ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് നോക്കി നോക്കൂ. ഫസ്റ്റ് 10 10 10 ഇൻറ്റു 10 ഇവിടെ ആൻസർ എഴുതാം 100. 10 ഇൻറ്റു 8 80 അല്ലേ? അപ്പൊ എങ്ങനെയൊക്കെയാ? 10 ഇൻറ്റു 10 ചെയ്തു പ്ലസ് 10 ഇൻറ്റു 8 ചെയ്തു പ്ലസ് അടുത്തത് ഇത് കഴിഞ്ഞല്ലോ, 10ന്റെ കഴിഞ്ഞു. ഇനി അടുത്ത 2 ആണ്. 2 ഇൻറ്റു 10. അപ്പൊ എത്ര? 2 ഇൻറ്റു 10 എത്ര വരും? 20. അതേ വരും. 2 ഇൻറ്റു 8 എത്ര വരും? 16. അപ്പൊ അതും ആഡ് ചെയ്യാം. 2 ഇൻറ്റു 8 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വരും? 100 പ്ലസ് 80 പ്ലസ് 20 പ്ലസ് 16 ചെയ്ത എത്ര ആൻസർ വരുന്നത്? എത്രയാ? 216 ആൻസർ കിട്ടും ആഡ് ചെയ്താൽ. അപ്പം നമ്മൾ 12 ഇൻറ്റു 18 ചെയ്താൽ എത്ര ആൻസർ കിട്ടുക? 216. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ടീച്ചർ ഒന്നും കൂടെ പറയാം. അപ്പൊ നമ്മൾ കിട്ടിയ നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇതേപോലെ ഒരു സ്ക്വയർ വരച്ച് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക, 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ സ്പ്ലിറ്റ് ചെയ്ത നമ്പർ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 10 പ്ലസ് 8നെ ഇവിടെ എഴുതി 10 പ്ലസ് 2നെ ഇവിടെ എഴുതാം കേട്ടോ. എങ്ങനെ എഴുതിയാലും നമുക്ക് കിട്ടും. നമ്മൾ 12 ഇൻറ്റു 18 ചെയ്താലും 18 ഇൻറ്റു 12 ചെയ്താലും നമുക്ക് ഒരേ നമ്പർ തന്നെ ആൻസർ ആയിട്ട് വരിക. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്മൾ 10 എടുത്തു. 10 ഇൻറ്റു 10 എവിടെ എഴുതാ? ഫസ്റ്റ് കോളത്തിൽ എഴുതാം. 10 ഇൻറ്റു 8 എവിടെ എഴുതാ? 8ന്റെ താഴെയുള്ള കോളത്തിൽ എഴുതാം. 2 ഇൻറ്റു 10 എവിടെ എഴുതാ? 2 ഇൻറ്റു 8 60. ക്ലിയർ ആയോ? ടീച്ചർ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് കാണിക്കും. ഓക്കെ. അപ്പൊ ടീച്ചർ വേറൊരു എക്സാമ്പിൾ പറയാം. 13 ഇൻറ്റു 40 എങ്ങനെ ചെയ്യാം? കോളം വരച്ചിട്ട്. അപ്പൊ 13നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുക കേട്ടോ. 10 പ്ലസ് 3 എന്ന് എഴുതാം. അതേപോലെ എന്തെഴുതാം? 10 പ്ലസ് 4 എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ നമ്മൾ സ്ക്വയർ വരയ്ക്കുന്നു.
സ്ക്വയർ വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ 10 13 നമുക്ക് വെർട്ടിക്കലായിട്ട് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? 10 + 3, 10 + 4. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. 10 × 10 എത്ര വരും? 100 വരും. 10 × 4 എത്ര വരും? 40 വരും. 3 × 10 എത്ര വരും? 30 വരും. 3 × 4 എത്ര വരും? 12. ഇനി എന്ത് ചെയ്താൽ മതി? 13 × 14 എഴുതാ ഈക്വൽ ടു 100 + 40 + 30 + 12. എത്ര ആൻസർ വരും? 100 + 40 140, 140 + 30 170, 170 + 12 എത്ര വരും? 182. കണ്ടോ? ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ ഞാൻ ഇത് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, നാളെ ഒന്നും കൂടെ പറയാം. എന്നാലും ഇവിടെ ഞാൻ ഒന്നും കൂടെ ഈസി മെത്തേഡ് ആയതുകൊണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നോക്കാം, ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് 18 × 12 ആണ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, 18 × 12 എന്ത് ചെയ്യണം? 18നെ 8 + 10 10 + 8 എന്നും 12നെ എന്താക്കി എഴുതാം? 10 + 2 എന്നും എഴുതാം. അപ്പൊ നമുക്ക് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കാം. നോക്കാം, 18 × 12 ആണ് ചെയ്യേണ്ടത്. ഇതിനെ നമുക്ക് 10 + 8 എന്നും എഴുതാം. ഇതിനെ നമുക്ക് 10 + 2 എന്നും എഴുതാലോ. ഓക്കെ, ഞാൻ സ്ക്വയർ ടേബിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതിനെ നമുക്ക് 10 + 8നെ ഇവിടെ എഴുതാം, ഇവിടെ എഴുതാം. എവിടെ എഴുതിയാലും സെയിം ആണ് കേട്ടോ. ഇവിടെ നമ്മൾ 10 + 2 എഴുതി. മൾട്ടിപ്ലൈ ചെയ്തോളൂ. 10 × 10 100, 10 × 2 എത്ര വരും? 20 അല്ലേ? 8 × 8 8 × 10 18, 8 × 2 16. കണ്ടോ? ഇനി നമ്മൾ ഇത് ആഡ് ചെയ്യാം. 100 + 20 120, 80 + 16 എത്ര വരും? 96. ഓക്കെ, ഇനി ഇത് ആഡ് ചെയ്യാം. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അതായത് ഇവര് നേരെ നേരെ ഉള്ളത് എന്ത് ചെയ്തു? ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? താഴേക്ക് ആഡ് ചെയ്തു. അപ്പൊ എത്ര വരും? 12 + 9 21, 216 ആൻസർ കിട്ടും. നമുക്ക് ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? ഈ 4 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്ത് ഒരുമിച്ച് ആഡ് ചെയ്ത് എഴുതി. ഇവിടെ എന്ത് ചെയ്തു? ഓരോ റോയിലും ഉള്ളത് ഒരുമിച്ച് ആഡ് ചെയ്ത് എന്ത് ചെയ്തു? ഇവരെ രണ്ടുപേരെ ആഡ് ചെയ്യണം ചെയ്തു. നമുക്ക് ഏത് മെത്തേഡ് വേണേലും യൂസ് ചെയ്ത് ചെയ്യാം. പക്ഷെ തെറ്റിക്കാണ്ട് ചെയ്യണം, ശ്രദ്ധിക്കണം. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നത് എവിടെയാണെന്നുള്ളത് ഓർമ്മ വേണം. 10ഉം 10ഉം മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ താഴെ തന്നെ എഴുതാം. ഫസ്റ്റ് കോളത്തിൽ 10ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 2ന്റെ താഴെ തന്നെ എഴുതാം. 8 × 10 മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എഴുതാം. 8 × 2 ആണെങ്കിൽ ഇവിടെ. ക്ലിയർ ആയോ? ഇത്രയാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ബാക്കി പ്രോബ്ലംസ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു ഹോംവർക്ക് ആയിട്ട്. അപ്പൊ അത് നാളെ ചെയ്തിട്ട് വരിക. ഈ വീഡിയോ 1-2 പ്രാവശ്യം കാണാൻ മനസ്സിലാവാത്തവർ 1-2 പ്രാവശ്യം കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നാളെ വരാൻ. നാളെ നമുക്ക് കുറച്ചും കൂടെ ഹയർ ലെവലാണ് എടുക്കാനുള്ളത് കേട്ടോ. അപ്പം മാക്സിമം ഇന്ന് തന്നെ പഠിക്കുക. പരീക്ഷ ഇന്ന് അടുത്ത് വന്നു. 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. പഠിക്കാനും ഒന്നിനും സമയം ഉണ്ടാവില്ല. ഈ ഒരാഴ്ച കൊണ്ട് പഠിപ്പിച്ച അത്രയും കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, കഴിഞ്ഞ ചാപ്റ്ററും ഒക്കെ ഫസ്റ്റ് ചാപ്റ്ററും ഒക്കെ റിവൈസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ അല്ലേ? അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ക്ലാസ്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.